ദൈവം സ്വപ്നത്തിൽ കൂടി യാക്കോബിനോട് അരുളി ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 29:15 ഇങ്ങനെ കാണുന്നു: ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തേക്ക് നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ഇന്ന് പകലിൽ എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഏകാന്തതയിൽ കൂടി കടന്നു പോകുന്നുണ്ടോ? ഈ ദൂത് നിങ്ങൾക്കുള്ളതാ. ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരിക്കാം: എന്നെ ഒരു വ്യക്തിയും കാണുന്നില്ല, എൻ്റെ ഈ വേദനാജനകമാകുന്ന അനുഭവം ഒരു വ്യക്തിയും അറിയുന്നില്ല, എൻ്റെ ഈ സാഹചര്യം ആരും കാണുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഇന്ന് പകലിൽ വിശ്വസിച്ചാട്ടെ, യേശു ക്രിസ്തു നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട്. അതെ, ഇന്ന് പകലിൽ അവൻ നിങ്ങളെ നോക്കിക്കാണുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന അവൻ അറിയുന്നുണ്ട്. ആ കണ്ണുനീര് അവൻ ഇന്ന് പകലിൽ കാണുന്നുണ്ട്. അതെ, ഇന്ന് പകലിൽ വിശ്വസിച്ചാട്ടെ, ഈ ദൂത് നിങ്ങൾക്കുള്ളതാ. ഈ വചനത്തിൽ കൂടി യേശു ക്രിസ്തു നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ലോകത്തിൽ പലരും, മനുഷ്യൻ പല വാക്കുകളും പല ഉറപ്പുകളും തന്നിട്ടുണ്ടായിരിക്കാം. അതെല്ലാം മാറി മാറിപ്പോകും. ആകാശം മാറിയിരുന്നാലും ഭൂമി മാറിപ്പോയിരുന്നാലും യേശു ക്രിസ്തു എന്നോടും നിങ്ങളോടും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തീകരിക്കും. ഇവിടെ എന്താ വായിച്ചു കേട്ടത്? യാക്കോബിന് കൊടുക്കുന്ന ഉറപ്പാ. എന്താ ഉറപ്പ് കൊടുക്കുന്നത്? ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തീകരിക്കും. അതെ, കൈവിടാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. കൈവിടാതെ അത് നിവർത്തീകരിക്കുമെന്ന കർത്താവ് വാഗ്ദത്തം യാക്കോബിന് കൊടുത്തത്. ആ വാഗ്ദത്തം എനിക്കും നിങ്ങൾക്കുമുള്ളതാ. അത് യാക്കോബിന് മാത്രമുള്ളതല്ല. എൻ്റെ സ്വർഗത്തിലെ യേശു ക്രിസ്തുവിനെ സേവിച്ച് നിൽക്കുന്ന ഒരു ദൈവവൈതലാണോ ഇന്ന് പകലിൽ ഈ വായിച്ചു കേട്ട വചനഭാഗം, ഈ വാഗ്ദത്ത വചനം എനിക്കും നിങ്ങൾക്കും ഉള്ളതാ. നമ്മുടെ പകുതി വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല. നമ്മുടെ വേദന കണ്ട്, അതെ വേദന കണ്ടിട്ട് അത് മറികടന്നു പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അവിടെ നിന്ന് ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വിടുവെച്ച് പുറത്തു കൊണ്ടുവരുന്ന ദൈവമാ നമ്മുടെ യേശപ്പൻ. അവൻ ഒരു നാളും നമ്മളെ കൈവിടത്തില്ലെന്നേ. ഇന്ന് പകലിൽ നിങ്ങളെ ഈ കർത്താവ് സ്വാതന്ത്ര്യമാക്കുവാൻ പോകുന്നു. ഈ വചനത്തിൽ കൂടി നിങ്ങൾ ഫ്രീ ആകുന്നു. വിശ്വസിച്ചാട്ടെ. കർത്താവ് വാഗ്ദത്തം പറയുന്നു. അതെ, എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, യേശു ക്രിസ്തു നിങ്ങളെ ഒരു നാളും കൈവിടത്തില്ല. നിങ്ങൾ ഇന്ന് പകലിൽ വിശ്വസിച്ചാട്ടെ. നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറുന്നു, നിങ്ങൾ പുറത്തു വരുന്നു, നിങ്ങൾ സ്വതന്ത്രരാകുന്നു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, എത്ര വലിയ വേദന ജനകമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് ഇതിനകത്ത് അടിയനെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്നതാണെങ്കിലും സ്വർഗത്തിലെ ദൈവം അവരുടെ സാഹചര്യത്തിൽ ഇന്ന് പകലിൽ ഒരു വ്യത്യാസം കൽപ്പിച്ചാക്കിയതിനായിട്ട് നന്ദി പറയുന്നു. സകല മാനവമഹത്വം കർത്താവിന്. ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാലേവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.